അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫ്യൂച്ചർ ലിങ്ക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 കപ്പ് തൂക്കിയത് ശിവശങ്കരനാണെങ്കിലും ആ എപ്പിസോഡ് തൂക്കിയ രണ്ടുപേരുണ്ടായിരുന്നു, ദേവതീർത്തും ആർജിതയും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ആർജിത മോളാണ്. വെൽക്കം. അപ്പോൾ ആർജിത, നമ്മൾ പാട്ടിലേക്ക് കടക്കുന്നത് എത്ര വയസ്സ് തൊട്ടാണ്? ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു 5-6 വയസ്സായ ടൈമില് അമ്മ ഇങ്ങനെ പാടിപ്പിച്ചു നോക്കിയൊരു പാട്ട്, അങ്ങനെയാണ് മനസ്സിലായത്. അപ്പൊ അമ്മയാണ് ഒരു പാട്ടുകാരി ആർജിതയിലുണ്ട് എന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. എന്റെ അമ്മയുടെ അച്ഛനും അമ്മയും കൂടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു നല്ലൊരു പാട്ടോട് കൂടി തുടങ്ങാം അല്ലെ ഈ എപ്പിസോഡ്? ഓക്കെ. கண்ணாடி முன்னின்று பார்த்து கொண்டேன், ஒன்றாக செய்திட ஒரு 100 நாடகம் ஒத்திகைகள் செய்த எதிர்பார்த்திருந்தேன், எதிர்பாராமலே அவன் எதிர்பாராமலே அவன் ஓ பின்னிருந்து வந்து என்னை நம்பரம சுருட்டி விட்ட உலகுண்ட பெருவாயில் என்று வாயோடு வாய் பதித்தார். இங்கு பூலோகம் என்றொரு பொருளுள்ளதை இந்த பூங்கோதை മറந்தாളടി. വാ, സൂപ്പർ. ഇപ്പോൾ പാട്ട് മാത്രമല്ല, എക്സ്പ്രഷൻ ക്യൂനും കൂടിയാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ഈ ടോപ്പ് സിംഗറിന്റെ കാര്യം പറയുമ്പോൾ ദിലീപേട്ടനെ വരെ കരയിപ്പിച്ച് കളഞ്ഞു, ഹരിശ്രീ അശോകൻ ചേട്ടനെ അല്ലേ? അത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് അവൻ പാടിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ ഫസ്റ്റ് പാട്ട് തെറ്റിയപ്പോ ഭയങ്കര വിഷമായി. പിന്നെ അടുത്ത അവന്റെ ഫസ്റ്റ് പാട്ട് തെറ്റിയപ്പോ പിന്നെ കേറാൻ പോകുന്നത് ഞാനാണ്. അങ്ങനെ അയ്യൊരു ടെൻഷനിലൂടെ കയറി പാടിയതൊക്കെ. പിന്നെ സെക്കൻഡ് പാട്ടില് ഞാൻ ഫസ്റ്റ് പാടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവനായിരുന്നു ലാസ്റ്റ് പാടുന്നത്. അപ്പൊ അവൻ ലാസ്റ്റ് പാടി കഴിഞ്ഞ അപ്പൊ എനിക്ക് അങ്ങനെ കേറണം എന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് അത് ഒരു പ്രതീക്ഷ ഇല്ലാതെ ഓടി കയറിയതാണ് അല്ലേ? നമ്മളവിടെ ഒരു ചാനലുകാർ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല, നമുക്കും പെട്ടെന്ന് തോന്നി അതിന്റെ ഒരു സുഹൃത്ത് അല്ലെ, ആ ഒരു ബന്ധത്തിൽ മാത്രം. പക്ഷെ അതാണ് നമ്മുടെ എപ്പിസോഡ് തൂക്കിയത് അല്ലെ? എല്ലാവരും പറഞ്ഞു, ആരും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ദിലീപേട്ടനൊക്കെ കരയുന്നുണ്ടപ്പോ അഖിലേട്ടനൊക്കെ കരഞ്ഞു. കാരണം ഭയങ്കര രസമായി ആ മൊമെന്റ് അല്ലേ? നല്ല. അപ്പോ ദേവതീർത്ഥമായിട്ട് പരിചയം അവിടെ വന്നോട്ടുള്ള പരിചയമാണല്ലോ. അതിന്റെ ഇടയ്ക്ക് അർജിത പറയുന്നിട്ട് എപ്പോഴും ഒന്ന് ബ്രേക്കപ്പ് ആയി. അതെന്തായിരുന്നു പ്രശ്നം? അത് ഇങ്ങനെ കൊറേ വട്ടം ഇങ്ങനെ മിണ്ടാതിരിക്കും, പിന്നെ കൂട്ടാവും. അന്ന് എന്തായിരുന്നു, എന്തോ അടി ഉണ്ടാക്കിയതാണ്. അതിന്റെ മുകളിൽ കുറച്ചു കാലം മിണ്ടാതിരിക്കും അല്ലേ? ഓക്കെ. ആർജിത ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th സെന്റ് ഫ്രാൻസിസ് സ്കൂൾ. അപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പാട്ട് പാടിപ്പിക്കോ, കുട്ടികളൊക്കെ ഇങ്ങനെ പറയോ? പറയും. അപ്പോ ഈ സ്കൂള് പിന്നെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ സബ് ജില്ലാ കലോത്സവം വരികയാണ് അല്ലേ? അപ്പോ സബ് ജില്ലക്ക് വേണ്ടി ഇനിയിപ്പോ പങ്കെടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആർജിത കുട്ടി, അതേപോലെ നമ്മള് റിയാലിറ്റി ഷോയിലേക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇരുന്ന അച്ഛനാണോ അതോ അമ്മയാണോ? അച്ഛനായിരുന്നു ഭയങ്കര ആഗ്രഹം ഇങ്ങനെ സ്റ്റേജിലെത്തിക്കണമെന്ന്. ഇപ്പൊ അമ്മയും കൂടെ അല്ലേ? ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരേ സപ്പോർട്ടോടെ പോവുകയാണ്. ഓക്കെ. അതേപോലെ നമ്മളിപ്പോ സ്റ്റേജിൽ കയറി പാടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടെൻഷനാണോ അതോ സന്തോഷമാണോ? എന്താണ് നമ്മളിപ്പോ ടോപ്പ് സിംഗറിന്റെ ഒക്കെ വേദിയിലേക്ക് ഫസ്റ്റ് കയറുമ്പോൾ? ഫസ്റ്റ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൽ ഓഡീഷൻ കയറുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇത്രയും വലിയ ആൾക്കാരെ മുമ്പിൽ പാടുന്നു. അപ്പൊ പിന്നെ ഒരു പകുതിയായി വന്നപ്പോ പിന്നെ എല്ലാവരും നല്ല കമ്പനി പറയല്ലേ? അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് MG അങ്കിളെയാന്ന് പറഞ്ഞു അല്ലെ? അത് എന്താ അതിന് കാരണം? അത് MG അങ്കിള് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ MG അങ്കിള് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന എല്ലാ ഒരു എൻജോയ്മെന്റ്. അതുപോലെ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? കാരണം നമുക്ക് MG അങ്കിളിന്റെ ഒക്കെ മുന്നിൽ പാടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് അല്ലേ? പക്ഷേ MG അങ്കിള് കുട്ടികളോട് കൂടെ തന്നെ നിന്നിട്ട് അല്ലേ നമ്മളിൽ ഒരാളായിട്ട് മാറും. അപ്പൊ അതിന്റെ ഒരു സുഖമുണ്ട് അല്ലേ പാടുമ്പോൾ. അതേപോലെ അവിടെ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ദേവതീർത്ഥ അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകൾ ആരൊക്കെയാ? പിന്നെ എല്ലാവരും തന്നെയാണ്. പക്ഷെ മോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന നമ്മള് ദേവതീർത്ഥനാണ് അല്ലേ?
അപ്പോൾ ആർജിതയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏത് തരത്തിലുള്ള? അപ്പോൾ സിനിമാ പാട്ടുകളാണോ, ഭക്തിഗാനങ്ങളാണോ, അതോ കുട്ടികളുടെ പാട്ടുകളാണോ? ഞാൻ ഇപ്പം ടോപ്പ് സിംഗറിൽ എല്ലാ ടൈപ്പും പാടി. അപ്പൊ എല്ലാ ടൈപ്പും എനിക്ക് ഭയങ്കര എല്ലാ ടൈപ്പ് പാട്ടുകളും ഇഷ്ടം അല്ലേ? ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫാസ്റ്റ് നമ്പർ പാടാതെ മെലഡി മാത്രമായിരുന്നു, മെലഡിയും ക്ലാസിക്കലും. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ ടൈപ്പ് പാട്ടും പാടും. അപ്പോൾ അഖിലേട്ടൻ തന്നെ പലതവണ കേട്ടിട്ടുണ്ട് പല പാട്ടുകൾ വ്യത്യസ്തം അല്ലേ? അതുമല്ല ജഡ്ജസ് എന്നൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയ പാട്ടുകൾ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ പാടിയല്ലോ അല്ലേ? അനുരാഗമൂലം കിനാവിൽ കിളി പാടുന്നത് പരാതമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് പരാതമായോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ, നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ. വാ, സൂപ്പർ. അപ്പോൾ അതേപോലെ നമ്മൾ പാട്ട് പാടുന്നതിന് മുന്നേ മോളെടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കും, പിന്നെ ഷൂട്ടിന്റെ കുറച്ച് ദിവസം മുമ്പേ ഒന്നും അങ്ങനെ തണുത്ത ഒരു ഇതും കഴിക്കുന്നത്. ഇപ്പൊ 1-2 വർഷമായിട്ട് ഐസ്ക്രീം ഒന്നും കഴിക്കാറില്ല. പിന്നെ ഇപ്പൊ ഫിനാലെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ അച്ഛൻ ഐസ്ക്രീം ഒക്കെ വാങ്ങി തരാറില്ല. ഫിനാലെ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അമ്മ പുറത്തു പോയപ്പോ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നു. പക്ഷേ 2 വർഷത്തെ പിന്നെ എനിക്ക് ഐസ്ക്രീമിനോട് വലിയ തണുത്ത വെള്ളം അങ്ങനെ താല്പര്യമില്ല. നമ്മൾ കഴിക്കാതിരുന്നോണ്ട് താല്പര്യമില്ലാതെ ശരിക്കും കഴിക്കുമ്പോഴാണ് ഇനിയും വേണം പിന്നെ അനിയൻകുട്ടനെ ഞാൻ ശ്രദ്ധിച്ചു, പുള്ളി പാട്ടൊക്കെ പാടും, അതൊന്നും നീ പഠിപ്പിച്ചു കൊടുക്കുവോ? അവനങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. റെഡിക്ക് ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഒരു 6 വയസ്സിന് ശേഷമാണ് നമുക്ക് ഇതിനോടൊരു താല്പര്യം വന്നത് അല്ലേ? പിന്നെ അമ്മ കുറച്ച് നാളെ കഴിഞ്ഞപ്പോ പാട്ടിനെ കൊണ്ട് ചേർത്തു. നമ്മുടെ ശ്രീജിത്ത് മാഷാണ് അല്ലേ പഠിപ്പിക്കുന്നത്? ശ്രീരാഗം അല്ലേ? ആ മാഷ് നമ്മളെ സുഹൃത്തും കൂടിയാണ്. അപ്പൊ അന്വേഷണം പറയണം കേട്ടോ മാഷ്, അഖിലേട്ടൻ ചോദിച്ചു എന്ന് പറയാം. അപ്പൊ ആർജിത കുട്ടി പാടിയ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അപ്പൊ ടോപ്പ് സിംഗർ വേദിയിൽ പാടിയിട്ട് ഏറ്റവും കൂടുതൽ അനുമോദനമൊക്കെ കിട്ടിയ പാട്ട് ഏതാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഗോൾഡൻ ക്രൗൺ അടിച്ച പാട്ട് രാവിന്റെ രാഗനില. അതൊരു 2 വരി നമുക്ക് പാടിയല്ലോ. രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെങ്കിൽ പൂക്കൾ തേനല്ലിപ്പൂക്കൾ ഇന്നെൻ്റെ ദൈവം തന്നെങ്കിൽ രാവിൽ ഉത്രാടരാവിൽ. അടിപൊളി. അപ്പോൾ ഇതിനായിരുന്നു ഫസ്റ്റ് ഗോൾഡൻ ക്രൗൺ അടിച്ചത് അല്ലേ? അതേപോലെ നമ്മൾ ഇനി ഒരുപാട് മലയാള സംഗീതത്തിൽ ഒരുപാട് പ്രമുഖരെ കൂടെ പാടിക്കഴിഞ്ഞു. പക്ഷെ ആർജിതയ്ക്ക് ഇനി ആരെങ്കിലും കൂടെ ഒന്ന് പാടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ടോപ്പ് സിംഗറിൽ. എനിക്ക് എം.ജി. അങ്കിളിന്റെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്. അതെ, ഡ്യുവറ്റ് ഗ്രൂപ്പ് സോങ് ആയിട്ട് എല്ലാ പാട്ടും അങ്ങനെ പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിത്രാമ്മേന്റെ കൂടെ പാടിയിട്ടില്ല അല്ലേ? അപ്പോൾ ഭാവിയിലേക്ക് ഇനി ഒരുപാട് നമുക്ക് വേദികൾ കിടക്കുകയാണ് അല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിത്രാമ്മേൻ്റെ കൂടെ ഒരുപാട് വേദികൾ പങ്കിടാൻ കഴിയട്ടെ. അതേപോലെ ഇപ്പൊ കൂടുതലും നമ്മൾ വീട്ടിൽ പാട്ട് തന്നെയായിരിക്കും വിഷയം ഉണ്ടാവുക. അപ്പൊ പാടാത്ത സമയത്ത് ആർജിത ചെയ്യുന്ന മറ്റു ഹോബികൾ എന്തൊക്കെയാ? മറ്റു ഹോബികള് എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടം. ആണോ? വരയ്ക്കും നന്നായിട്ട്? അങ്ങനെ നല്ല ഇഷ്ടമാണ്. നല്ല ഞാൻ വരയ്ക്കും. ഡ്രോയിങ് മാത്രമാണോ? പിന്നെ ഡ്രോയിങ് ആദ്യം UKG ആയ ടൈമില് കുറച്ച് മാസങ്ങളായിട്ടൊന്ന് ഡാൻസിന് പോയായിരുന്നു, ക്ലാസിക്കൽ ഡാൻസിന്. പക്ഷെ പിന്നെ രണ്ടും കൂടെ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത് മാത്രമായി അല്ലേ? ഓക്കെ. അപ്പൊ അതേപോലെ നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ കുറെ ഇപ്പം പോവാതൊക്കെ ഇരുന്നുണ്ടല്ലോ, ഈ
പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ പഠിത്തത്തിൽ എങ്ങനെയാണ് സ്ഥിതി? അവിടെ ഉഴപ്പാറുണ്ടോ അതോ? ഇല്ല ഇല്ല, എനിക്ക് വലിങ്ങനെ പ്രശ്നം വരുന്നില്ല. ഇപ്പം ട്യൂഷനും ഫ്രണ്ട്സ് ഒക്കെ സഹായിക്കും? നോട്ടൊക്കെ നോട്ടൊക്കെ എഴുതാൻ വേണ്ടി ഫ്രണ്ട്സ് ഒക്കെ സഹായിക്കും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പോയ ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ വലിങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വലിയ പ്രശ്നം വന്നില്ല. ഒന്നും ഇല്ലാതെ മാറി കിട്ടിയില്ലേ? അപ്പോൾ ദേവതീർത്ഥമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഓ വിളിക്കും, അധിക ദിവസവും വിളിക്കും. അപ്പോൾ കാരണം ഇവരുടെ സൗഹൃദം തന്നെയാണ് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ അന്ന് എപ്പിസോഡ് ഫൈനലിൽ അടിച്ചത് ശിവശങ്കരനാണെങ്കിലും എപ്പിസോഡ് തൂക്കിയ 2 പേരാണ് അവർ. കാരണം മഹാനടന്മാരുടെ മുമ്പിൽ അവരെ വരെ കരയിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അവരുടെ സൗഹൃദം അത് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം നമ്മളൊക്കെ കാണുമ്പോൾ അവരുടെ സൗഹൃദം അത് കണ്ടിട്ട് തന്നെയാണ് നമുക്കും കണ്ണ് നിറഞ്ഞു ശരിക്കും. കാരണം അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവുക, ഇത്രയും ചെറുപ്പത്തിൽ അത് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ മികവാണ്. കാരണം അവരിലെ ആ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, നമ്മളോട് ഒരാളോടെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളിൽ അത് കാണുന്നില്ല. പക്ഷെ അത് ഇവരത് എന്ത് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് അവിടെ ആരും പറഞ്ഞു കൊടുക്കാതെ ആർജിതയ്ക്ക് അപ്പം തോന്നിയതാണ് അദ്ദേഹത്തെ ദേവതീർത്ഥത്തിനെ പോയൊന്ന് കെട്ടിപ്പിടിക്കണം അല്ലേ? അങ്ങനെയാണ് ആ സൗഹൃദം ഉണ്ടാവുന്നത്. നമ്മൾ ജനങ്ങളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയാണ് അർജിതനെ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താണ് മനസ്സിന് തോന്നുന്നത്? നല്ല സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? നമുക്ക് നാട്ടിലൊക്കെ ഒരുപാട് ഫ്ലെക്സുകളൊക്കെ വെക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതേപോലെ ആരും എന്നെ കണ്ടാലും പറയാം നിന്റെ ഫ്ലെക്സ് ആണല്ലേ അവിടെ മുഴുവൻ. അപ്പൊ ഫുള്ള് നാട്ടുകാരൊക്കെ അല്ലേ സ്വീകരണമൊക്കെ തന്നു, അനുമോദന ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പുറത്തേക്ക് പരിപാടികളൊക്കെ കിട്ടുന്നുണ്ടോ? ഇഷ്ടംപോലെ പരിപാടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു വിജയ് യേശുദാസിന്റെ കൂടെ ഒരു അയ്യപ്പ ഭക്തിഗാനാണ് അല്ലേ? അത് എന്തായിരുന്നു പരിപാടി? പമ്പയിൽ വെച്ചിട്ട് ഓക്കെ ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞോ? അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അതവിടെ അന്ന് ലൈവ് പരിപാടി ആയിരുന്നോ? ലൈവ് പരിപാടി ആയിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ അർജിതയ്ക്ക് ഇനി ഗായിക തന്നെയാണെന്നാണോ ആഗ്രഹം? അല്ലാതെ നമുക്ക് എന്തെങ്കിലും എന്താവണം എന്നാണോ ആഗ്രഹം? എനിക്കൊരു ഹോബി ഇതാണ്. അപ്പൊ എനിക്ക് ഇത് തന്നെ പ്ലേ ബാക്ക് സിംഗർ ആവണം സിനിമയിൽ. നമ്മുടെ മധുര നമ്പരക്കാറ്റിലൊരു അനുപല്ലവി ഇല്ലേ, ആ പാട്ടൊന്ന് പാടിത്തരോ? ഓക്കെ. ക്ഷീരപദത്തിനോരത്ത് സ്വപ്നം പൂക്കും നേരത്ത്, ക്ഷീരപദത്തിനോരത്ത് സ്വപ്നം പൂക്കും നേരത്ത്, ഒരു രാഗം ഒരു താളം, ഒരു രാഗം ഒരു താളം, ഓമനിക്കാൻ താഴെ ഇറങ്ങി വരും സ്വർഗമിതെല്ലാം പോയാലും കൂട്ടിനൊരീണം ചാരി വരും, സ്വർഗമിതെല്ലാം പോയാലും ഒരു നാദമനോഹരി കൂടി വരും, ശ്രുതിയും ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പാട്ട്. അപ്പൊ നമുക്ക് ആർജിതയുടെ സ്വന്തം ആളാണ് ദേവതീർത്ഥത്തിൽ. നമുക്ക് ദേവതീർത്ഥത്തിന് ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? എടുക്കുമോ നോക്കാം നമുക്ക്. സ്പീക്കർ ഇട്ടോ. ഹലോ ഹലോ, ഒരു ഇന്റർവ്യൂലാ. ഹലോ ദേവതീർത്ഥേ, ഇത് ഫ്യൂച്ചർ ലിങ്ക് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ എന്ന് വിളിക്കുകയാണേ. അപ്പൊ ഞങ്ങൾ അർജിതയുടെ ഇന്റർവ്യൂ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പൊ അർജിതയുടെ സ്വന്തം ആളാണ് ദേവതീർത്ഥേ, അപ്പോൾ ദേവതീർത്ഥ ഇല്ലാതെ ഈ ഇന്റർവ്യൂ പൂർത്തിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചാണ്. എന്താ പരിപാടി സൺഡേ ആയിട്ട്? പ്രോഗ്രാമിന് പോയിട്ട് വന്നാണോ? നാട്ടിൽ മുഴുവൻ പ്രോഗ്രാമിന്റെ തിരക്കാണോ? സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ മറ്റേ അർജിത മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. അപ്പൊ 2 പേരെയും വെച്ച് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ അവസരം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ, അർജിതയ്ക്ക് കൊടുക്കാം. സംസാരിച്ചു. ഹലോ ഹലോ, ഒരു പാട്ട് പാടി തരാൻ പറ.
നീ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? ആ ഒരു ചെറിയ 2 വരി പാട്ട്. രണ്ടുപേരി. കുഞ്ഞിക്കിളിയേ കോടവിടെ കുഞ്ഞോമനനിൻ കോടവിടെ എന്റെ കൂട്ടിൽ നീ പോരാമോ എന്നോടൊത്ത് നീ പാടാമോ പാടത്തെ പൂനുള്ളാൻ മറുത്തെ ചൂടേക്കാൻ. അടിപൊളി കേട്ടോ, താങ്ക് യു. എന്തായാലും ആയിക്കോട്ടെ, ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രേക്ഷകർക്ക് അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ആഴം ഇപ്പം തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം അവൾ വിളിക്കുമ്പോഴേക്കും എന്നെ ദേവതീർത്ത് ഫോൺ എടുത്ത് നമുക്ക് വേണ്ടി ഒരു മനോഹരമായ പാട്ടും പാടിത്തന്നു. അപ്പോൾ അവരുടെ സൗഹൃദം എന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ ആർജിത മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടാതെ അവൾക്ക് ഇനിയും ഒരുപാട് വേദികളിൽ പാടാനും സിനിമകളിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടാനും നമുക്കത് ആസ്വദിക്കാനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം മനോഹരമായി പാട്ട് പാടിത്തന്ന് ചെലവഴിച്ച മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞു പോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജന്മപുണ്യം പോലിതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു.